ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇസ്രായേൽ ലെബനനിലും സിറിയയിലും തങ്ങളുടെ സൈനിക ബേസുകൾ നിർമ്മിക്കുന്നു. തൊട്ടയൽ രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് അവിടെ സൈനിക ബേസ് ക്യാമ്പ് നിർമ്മിച്ച് അവിടെ സ്ഥിരവാസത്തിനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ. ചിന്തിക്കാൻ കഴിയുമോ? പക്ഷേ ഇത് യാഥാർത്ഥ്യമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. സിറിയൻ മാധ്യമങ്ങളും ലെബനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒടുവിൽ ഇസ്രായേൽ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് അത് ശരിയെന്നുറപ്പിക്കുകയാണ്. സിറിയ എന്ന രാജ്യത്തിൻ്റെ വലിയൊരു ഭൂപ്രദേശം ഇതിനകം ഇസ്രായേൽ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ഭൂപ്രദേശത്ത് തങ്ങളുടെ സൈനിക സാന്നിധ്യം ഇസ്രായേൽ ഇപ്പോഴും നിലനിർത്തുകയാണ്. അവിടെ നിന്ന് ഇസ്രായേൽ പിന്മാറിയിട്ടില്ല. ആ മേഖലയിൽ നിന്ന്, ആ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനോട് പിന്മാറണമെന്ന് നിലവിലെ സിറിയയുടെ ഭരണാധികാരികൾ, ജൊലാനി അടക്കമുള്ള HTSന്റെ നേതാക്കന്മാർ പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും ഇസ്രായേൽ അത് ചെവിക്കൊണ്ടില്ല. ഇസ്രായേൽ ഇപ്പോഴും തങ്ങളുടെ സൈനിക സാന്നിധ്യം സിറിയയ്ക്കുള്ളിൽ തന്നെ നടത്തുന്നു. ഡമാസ്കസിന് ഏതാനും കിലോമീറ്ററുകൾ അകലെ പോലും ഇസ്രായേലിൻ്റെ പീരങ്കിപ്പട എത്തി എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ്. അതിനിടയിൽ സിറിയയ്ക്കുള്ളിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളും ഇസ്രായേൽ സേന ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആയുധ ക്യാമ്പുകൾ, അതുപോലെ ഇറാനുമായി ബന്ധമുള്ള ചില സൈനിക കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇടയ്ക്കിടെ സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്യുന്നു. അതൊരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് നമുക്കറിയാം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തലാണ് നിലവിൽ. എന്നാൽ പോലും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷം സിറിയൻ ലെബനൻ അതിർത്തിയിലെ ലെബനൻ്റെ നിരവധി കേന്ദ്രങ്ങൾ, ഹിസ്ബുള്ളയുടെ നിരവധി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ വലിയ എയർ സ്ട്രൈക്ക് നടന്നു. 6 ഇടങ്ങളിലേക്കാണ് ഡെഡ്ലി അറ്റാക്ക് നടന്നത് എന്ന് മാധ്യമങ്ങൾ തന്നെ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആക്രമണവും തുടരുകയാണ്. അതേ ലെബനനിലെ തെക്കൻ ഭാഗത്ത് നമുക്കറിയാം, വടക്കൻ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ലെബനനിലെ ഭൂപ്രദേശങ്ങൾ, അവിടെ ഏകദേശം ഒരു 100-100 കിലോമീറ്റർ ഉള്ളിലേക്ക് വലിയ ഗ്രാമങ്ങൾ തന്നെ ഇസ്രായേലി സേന തങ്ങളുടെ അധീനതയിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ലിറ്റാനി നദിക്കപ്പുറത്തേക്ക് ഹിസ്ബുള്ള ഭീകരന്മാരെ ഇസ്രായേലി സേന തുരത്തി ഓടിക്കുകയും ചെയ്തിരുന്നു. ആ മേഖലയിലും ഇപ്പോൾ ഇസ്രായേൽ പിടിമുറുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെയും ഇസ്രായേൽ തങ്ങളുടെ സൈനിക ബേസ് സ്ഥാപിക്കുകയാണ്. ഇസ്രായേൽ എന്ന രാജ്യം എന്തിനുള്ള പുറപ്പാടാണ്? വിശാല ഇസ്രായേൽ എന്ന രാജ്യം കെട്ടിപ്പടുക്കാനുള്ള നീക്കത്തിലാണ്. അതിർത്തികൾ വിസ്തൃതമാക്കുകയാണ് ഇസ്രായേൽ. ലെബനന്റെ ഭാഗം പിടിച്ച്, സിറിയയുടെ ഭാഗം പിടിച്ച്, ഗാസയെ സ്വന്തം രാജ്യത്തോട് ചേർത്തുകൊണ്ട് 4 ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെയെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് അവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നു. വിശാല ഇസ്രായേൽ എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ശരിവയ്ക്കുകയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ പകച്ചു പോവുകയാണ്. അമേരിക്കയുടെ കൂടി പിന്തുണ ഇസ്രായേലിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ട്രംപ് കൂടി അധികാരത്തിലെത്തിയതോടെ, അമേരിക്കയുടെ പ്രസിഡന്റായി വന്നതോടെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇരട്ടി ആത്മധൈര്യമുണ്ടായിരിക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നിലയ്ക്ക് നിർത്താൻ കഴിയുമെന്ന്, നേരിടാൻ കഴിയുമെന്നുമുള്ള അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് എത്തിയിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. നമുക്കറിയാം, ഇസ്രായേൽ എന്ന രാജ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി അതിർത്തികളിൽ കൃത്യമായി ജാഗ്രത പുലർത്തുന്നുണ്ട്. അതിർത്തി കടന്ന് ഇസ്രായേലിന് നേരെയുള്ള ഒരു ആക്രമണം പോലും അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തെക്കൻ ലെബനൻ്റെ അതിർത്തികളിൽ എപ്പോഴും ജാഗ്രത ഇസ്രായേൽ പുലർത്തുന്നത്, ഗാസയുടെ അതിർത്തികളിൽ ജാഗ്രത പുലർത്തുന്നത്. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന് മറ്റൊരിടത്തേക്ക് കടന്നു കയറാൻ ഒരു അവസരത്തിന് കാത്തിരിക്കുകയായിരുന്നു. ആ അവസരം കൊണ്ട് കൊടുക്കുകയായിരുന്നു 2023 ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകരന്മാർ. ഇസ്ലാമിക ഭീകരന്മാരുടെ ഏറ്റവും വലിയ അബദ്ധമായ നീക്കമായിരുന്നു ഒക്ടോബർ 7 ഇസ്രായേൽ അറ്റാക്ക്. ആ അറ്റാക്കിലൂടെ എന്തു സംഭവിച്ചു? ഇസ്രായേലിന് അവരുടെ കൈകൾ സ്വതന്ത്രമായി. അവരുടെ നീണ്ട കൈകൾ കൊണ്ട് എത്ര അകലെയിരിക്കുന്ന ശത്രുവിനെയും പിടിച്ചെടുക്കാനുള്ള അവസരം അവർക്ക് വന്നു. തൊട്ടടുത്ത ദിവസം മുതൽ ഗാസയിലേക്ക് അതിഭീകരമായ ആക്രമണം അവർ അഴിച്ചുവിട്ടു. ഫലമോ ഗാസയിലെ ഹമാസിൻ്റെ അന്ത്യം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു. ഗാസയുടെ വലിയ ഭൂപ്രദേശങ്ങളിൽ ഇപ്പോഴും ഇസ്രായേലി സേന തന്നെയാണ് തമ്പടിച്ചിരിക്കുന്നത്. ആ പ്രദേശങ്ങൾ ഒരിക്കലും ഇനി പാലസ്തീൻ അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഹമാസിനോ പാലസ്തീൻ്റെ ഏതെങ്കിലും ഭരണകൂടത്തിനോ വിട്ടു നൽകില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. അതിന് പിന്നാലെ നടന്ന ആക്രമണമാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ.
ലെബനന്റെ വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ബെയ്റൂട്ടിനെ അടക്കം ഒരു മരുഭൂമിക്ക് സമാനമായ രീതിയിൽ ആക്രമിച്ച് നശിപ്പിച്ചു ഇസ്രായേൽ സേന. വെറും 48-50 ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധമാണ്. ഹസൻ നസറുള്ള അടക്കം ഹിസ്ബുള്ളയുടെ പറയാൻ കൊള്ളാവുന്ന, പുറത്ത് പറയാൻ കഴിയുന്ന ഒരു നേതാവും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ ഒരു നയീം ഖസീമൊക്കെ ഇങ്ങനെ വലിയ വായിൽ വീമ്പ് പറയുന്നു. അതും ഇറാനിലെ ഏതൊക്കെയോ ഒരു ഒളിമാളത്തിലിരുന്നു കൊണ്ടാണ് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ഹിസ്ബുള്ളയുടെയും നട്ടൊല്ലൊടിച്ചു ആയുധങ്ങളില്ലാതെ ഇസ്രായേലിന് മുന്നിൽ കൈകൂപ്പി അവർ വെടിനിർത്തലിന് യാചിച്ചു. അപ്പോഴേക്കും തെക്കൻ ലെബനനിലെ വലിയൊരു ഭൂപ്രദേശം ഇസ്രായേലിൻ്റെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ഇന്നും ആ ഭൂപ്രദേശത്ത് നിന്ന് പിന്തിരിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. അവിടെയും ഇസ്രായേൽ സൈനിക ബേസ് നിർമ്മിക്കുകയാണ്. മറുഭാഗത്ത് സിറിയയിലെ അസദ് ഭരണകൂടത്തെ നിലംപതിപ്പിച്ചതിന് പിന്നിൽ മൊസാദാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അസദ് ഭരണകൂടത്തിനെതിരെ വിമത സൈന്യത്തിന് ആയുധങ്ങളും പണവും നൽകി അസദ് ഭരണകൂടത്തെ നിലംപതിപ്പിക്കുകയും പിന്നാലെ അസദിനെ റഷ്യയിലേക്ക് ഒളിവിൽ പോകാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ട് ഇരട്ടക്കളിയാണ് അവിടെ മൊസാദ് കളിച്ചത്. അതിലൂടെ അസദ് നൽകിയതോ സിറിയയ്ക്കുള്ളിൽ എവിടെയൊക്കെയാണോ ഇറാന് വേണ്ടിയുള്ള, ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയുള്ള, ഇസ്ലാമിക ഭീകരന്മാർക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ ഒളിപ്പിച്ചത്, അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് അസദ് ഇസ്രായേലിന് കൈമാറി. തൊട്ടടുത്ത നിമിഷം മുതൽ സിറിയയിലെ ഈ ആയുധ ഡിപ്പോകളും ആയുധ നിർമ്മാണ ശാലകളും ആയുധ ഫാക്ടറികളും അടക്കം ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലി സേന. അങ്ങനെ സിറിയയ്ക്കുള്ളിലെ ഭീകര പ്രവർത്തനത്തിൻ്റെ നടുവൊടിച്ചു, നട്ടല്ലൊടിച്ചു. സിറിയയ്ക്കുള്ളിൽ ഇപ്പോൾ ഭീകരന്മാർക്ക് തലപൊക്കേണ്ടതില്ല. സിറിയയുടെ ഭരണകൂടം പോലും ഇസ്രായേലിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഗൊലാൻ കുന്ന്, ഹെർബൺ പർവ്വതം അടക്കമുള്ള വലിയ ഭൂപ്രദേശങ്ങൾ, ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ വേലിക്കെട്ടുകളെയും നിയന്ത്രണ രേഖകളെയും ഒക്കെ മറികടന്നുകൊണ്ട് സിറിയയ്ക്കുള്ളിൽ ഡമാസ്കസ് വരെ എത്തി ഇസ്രായേലിൻ്റെ സേനാവിന്യാസം. അങ്ങനെ ആ ഗൊലാൻ കുന്നിൽ പുതിയ സൈനിക താവളം നിർമ്മിക്കുകയാണ് ഇസ്രായേൽ. ഗൊലാൻ കുന്ന് വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഗൊലാൻ കുന്നിലെ സിറിയയുടെ സൈനിക ബേസ് ക്യാമ്പ് പൊളിച്ചു മാറ്റി ഇസ്രായേൽ പുതിയ ബേസ് ക്യാമ്പ് പണിയുന്നു. ഡമാസ്കസിൽ നിന്നും 54 കിലോമീറ്റർ മാത്രം അകലെ സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ പുതിയ സൈനിക ബേസ് നിർമ്മിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം വിശാലമാവുകയാണ്. തൊട്ട് ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളെയൊക്കെ പിടിച്ചടക്കിക്കൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ശക്തിമത്തായ രാജ്യമായി പരിണമിക്കുകയാണ് ജൂതരാജ്യം എല്ലാ എതിരാളികളെയും തകർത്ത് മുന്നേറുകയാണ്. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ വേരറുത്തുകൊണ്ട്, ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ മസ്തകത്തിൽ അടിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം, ജൂതരാജ്യം ഇങ്ങനെ ഓരോ ദിവസവും കൂടുതൽ വിശാലമാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിർത്തികൾ ഭേദിച്ച് ഇസ്രായേൽ ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ പിന്തുണയോടുകൂടി ഇസ്ലാമിക രാജ്യങ്ങളെ ഒന്നൊന്നായി പിടിച്ചെടുക്കുകയാണ് ഇസ്രായേൽ എന്ന വിവരമാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നത്.